ചങ്ങായിമാരെ നമ്മുടെ ട്രംപും നെതന്യാഹും പിന്നെ കേരളത്തിലെ സംഘികളും ക്രിസംഘികളെല്ലാം കൂടി കുറച്ച് കാലമായിട്ട് അടിച്ചളക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ട്രംപ് ഇപ്പൊ ഇറാനെ തീർക്കും, ട്രംപ് ഇപ്പൊ ഇറാനെ തീർക്കുന്നു. പക്ഷെ ഇതുവരെ ഇത്ര ദിവസമായിട്ട് ഒരു പുണ്ണാക്ക് നടന്നിട്ടുമില്ല. അമേരിക്ക ഉണ്ടല്ലോ അതിനു വേണ്ടി കുറെ മിഷീൻ കണ്ണും അവലോസുണ്ടിയും ഒലക്കേട മൂടും കൊണ്ടുണ്ടല്ല ഒരു കപ്പലിനെ ഇറാന്റെ തീരത്തേക്ക് പറഞ്ഞു വിട്ടിന്. പക്ഷെ ട്രംപ് തന്നെ ആ കപ്പലിൽ പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. ഒന്നാമത് എന്താ വെച്ചാല് ഇപ്പൊ ഇറാനെ തീർക്കുന്നു മറ്റേ കപ്പലെടുത്ത് പോയത് ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞ്. പക്ഷെ ആ കപ്പലിൽ നിന്ന് ഒരു പൊട്ടാസങ്ങാനും അറിയാണ്ട് പൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇറാൻ ഉണ്ടല്ല അവിടുത്തെ മിസൈല് ഒരു 500 മിസൈല് ആ കപ്പലിലേക്ക് ഇടും. അങ്ങനെ പെട്ട അവസരം ട്രംപ് ഉള്ളത്. അതായത് ഇറാനെ തീർക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഇറാനെ അങ്ങ് തീർക്കാനും കഴിയുന്നില്ല. ഇപ്പൊ തിരിച്ച് അമേരിക്കയിലേക്ക് പോകാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടില്ല വിദേശത്ത് നടക്കുന്ന എന്ത് കാര്യം നമുക്ക് സത്യസന്ധമായിട്ട് അറിയാൻ ഒരാളുടെ കണ്ടില്ല. അത് പി ജെയിംസ് ആണ്. നമ്മൾ 24-ലെ പി ജെയിംസ് ഇല്ലേ, മൂപ്പർ ഇതുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ കൃത്യമായി പറയുന്നുണ്ട്. പി ജെയിംസ് പറയുമ്പോണ്ടല്ലോ വല്ല ആപ്പ ചാനൽ പറയും പോലെ ഒന്നല്ല, ചങ്ങായിട്ടില്ല. കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ കാര്യവും പറയൂ. നമുക്കെന്തായാലും പി ജെയിംസ് പറഞ്ഞ വിശ്വാസ്യ യോഗ്യമായ ആ കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാല്ല. എന്തുകൊണ്ടാണ് ട്രംപണൻ ആകെ മെഴുകിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പി ജെയിംസ് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇറാൻ അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ തൊട്ടാൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് മാത്രമല്ല ഇത് ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വലിയ ഒരു മ്യൂറൽ പോലെയുള്ള ചിത്രത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അബ്രഹാം ലിങ്കൺ എന്ന US അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ കപ്പലുകൾ ബോംബാക്രമണത്തിൽ തകർന്നു കിടക്കുന്നതും ഒപ്പം തന്നെ മനുഷ്യരൊക്കെ മരിച്ചു വീണ് കിടക്കുന്നതും അതിൽ നിന്ന് ചോര ചിതറുന്നതും അത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം ആണ് അവർ വലിയ രീതിയിൽ അവിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്നത് ഈ ആക്രമിക്കാൻ വരുന്ന USS അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ഞങ്ങൾ മിസൈൽ അയക്കും, അവിടെ കേടുപാടുകളുണ്ടാവും, വിമാനങ്ങൾ തകർന്നു പോവും, ആൾക്കാർ മരിക്കും, അതുകൊണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരേണ്ട എന്ന സന്ദേശമാണ്. അതിനവർ പറഞ്ഞിരിക്കുന്നത് കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇറാൻ സർവ്വസജ്ജമാണ് എന്ന് മാത്രമല്ല അവർ പറയുന്നത്, കമാൻഡർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്, കാഞ്ചിയിലാണ്, തോക്കിന്റെ കാഞ്ചിയിലാണ്, ഏത് നിമിഷം അമേരിക്ക ആക്രമിച്ചാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളൊക്കെ ഭീതിയിലാവുന്നത്. കാരണം എല്ലായിടത്തും അമേരിക്കയുടെ സേനാ താവളങ്ങളുണ്ട്. 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ കയറി ആക്രമിച്ച് ബർദോ, നട്ടാൻസ് എന്നീ ആണവ നിലയങ്ങൾ തകർത്തപ്പോൾ തൊട്ടുപിറകെ ഖത്തറിലുള്ള US സേനാ താവളത്തിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അവർ മിസൈലുകൾ അയച്ചു. അതേ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിടപെട്ട് യുദ്ധം നിർത്തിച്ചത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 12 ദിവസത്തെ ഏറ്റുമുട്ടൽ നിർത്തിച്ചത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അത്യാവശ്യം നല്ല ആശങ്കയുണ്ട്. കാരണം സേനാ താവളങ്ങളിൽ ഏതാണ്ട് 40,000-ഓളം സൈനികരുണ്ട്. അമേരിക്കയുടെ ഹ്യൂജ് ആയിട്ടുള്ള അസറ്റ്സ്, യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ബോംബുകൾ, B-2 ബോംബറുകൾ എല്ലാമുള്ള സംവിധാനങ്ങളിലുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ട്രംപണ്ണന്റെ അവസ്ഥ. ട്രംപ് എന്താ വിചാരിച്ചറിയാം, വെനസ്വലേനെ പോലത്തെ ചെറിയ രാജ്യങ്ങളോട് മുട്ടുന്നില്ലേ, അതുപോലെയാണ് ഇറാനോട് മുട്ടിയാനെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷെ പോയി മുട്ടിയിട്ട് ഇപ്പൊ പെട്ട അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടാ, ലോകത്ത് ഏറ്റവും പേടിയുള്ള ഏറ്റവും ഭയമുള്ള ആളാരാന്ന് ചോദിച്ചാണ്ടല്ല, നെതന്യാഹു ആണോ ട്രംപ് ആണോ, ഇവരിൽ ആരിൽ ഒരാളാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് തീരുമാനിക്കണ്ടൂ. ഏറ്റവും പേടിയുള്ള ഒരാൾക്കുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളും മാത്രമേ ആ മത്സരത്തിൽ ഉണ്ടാവൂ. കാരണം അമ്മാതിരി വീരവാദം മുടക്കിയിട്ടാണ് ഇവരോരോ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുക. പക്ഷെ അവിടുന്ന് കിട്ടാൻ തുടങ്ങുമ്പോ ഇതുപോലെ ഇരുന്ന് മോങ്ങും. വേറൊരു കാര്യം കൊണ്ട് ഈ ട്രംപ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല, എത്രമാത്രം ബുദ്ധിയില്ലാത്ത ആളാണെന്നാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്. കാരണം നെതന്യാഹു പോയിട്ട് മുട്ടിയിട്ട് കടന്നൽ കൂടില് കല്ലെറിഞ്ഞ പോലെ തിരിഞ്ഞൊരൊറ്റ ഓട്ടം നെതന്യാഹു. ആ ഓട്ടം ഉണ്ടല്ല, നെതന്യാഹുവിന്റെ ഓട്ടം ശരിക്കും കണ്ട ആളാണ് ഈ ട്രംപ്. ആ ഓട്ടം കണ്ട ട്രംപ് ഉണ്ടല്ല, വെറുതെ പോയിട്ട് വീണ്ടും ആ കടന്നക്കൂടില് കല്ലെറിയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടാവും. ഈ ട്രംപിന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഈ മൊയന്നുണ്ടല്ല ഇറാനോട് പോയി മുട്ടാൻ നിൽക്കുക. ഇനിയുണ്ടല്ലോ നമ്മളെ ട്രംപും നെതന്യാഹും കേരളത്തിലെ സംഘികളും ക്രിസംഘികളൊക്കെ പറയുന്നില്ലേ, ഇറാന്റെ അടക്കം മിസൈൽ തീർന്ന് ഇറാന്റെ അടുക്ക് ഇനി ഒരൊറ്റ മിസൈൽ ഇല്ലാന്ന്. പക്ഷെ ഇറാനുണ്ടല്ല പഴയ മിസൈൽ മാത്രമല്ല ഇറാന്റെ അടക്കം ബാക്കിയുള്ളത്. ഇപ്പോഴുണ്ടല്ല പുതിയ ടെക്നോളജിയുള്ള മിസൈലുകളും കൂടി ഇറാൻ കണ്ടുപിടിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയുമായാണ് ഇറാന്റെ സംഘർഷം. അമേരിക്കയുടെ സൈനിക വ്യൂഹത്തോടെ മുട്ടിനിൽക്കാൻ ഇറാന് കഴിയുമോ എന്ന സംശയം നിലനിൽക്കുമ്പോൾ ഇറാൻ പുത്തൻ നീക്കം നടത്തുകയാണ്.
US ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇറാൻ 2000-ലധികം നൂതന ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട്. യുഎസോ ഇസ്രയേലോ സൈനിക നടപടി ആരംഭിച്ചാൽ ഒരേ സമയം 2000 മിസൈലുകൾ വിക്ഷേപിച്ച് തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനായി ഇറാന്റെ മിസൈൽ ഫാക്ടറികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2025 ജൂണിലെ യുദ്ധത്തിന് ശേഷമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിച്ച് മിസൈൽ ഉൽപാദനം മുൻപത്തേക്കാൾ വർദ്ധിപ്പിച്ചതായി ഇറാനിയൻ കമാൻഡ് മജീദ് മൂസവി അറിയിച്ചിട്ടുമുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പരമാവധി 2000 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. ഇത് ഇസ്രയേലിനെ ലക്ഷ്യം വെക്കാൻ പര്യാപ്തമാണ്. ഖദർ 110, സെജിൽ, കറാം ഷഹാർ തുടങ്ങിയ മിസൈലുകൾക്ക് ഈ ശേഷിയുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുന്നതായും അത് തടയാൻ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിശദമായി തന്നെ നോക്കാം ഇറാന്റെ മിസൈൽ ശേഖരത്തിനെ കുറിച്ച്. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷവും ഇറാന്റെ മിസൈൽ ശേഖരം നിറഞ്ഞിരിക്കുന്നതായാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. ദുർബലമാണെങ്കിലും US ആക്രമണങ്ങൾക്ക് മാരകമായ മറുപടി നൽകാനുള്ള കഴിവ് ഇറാനുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഭരണമാറ്റത്തിന് കാരണം ആയേക്കാവുന്ന ഒരു സാഹചര്യം ഇറാനിൽ സൃഷ്ടിക്കുക എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഇറാൻ മിസൈൽ ലോഞ്ചറുകളുടെ ഏകദേശം 70% നശിപ്പിച്ചു. എന്നിരുന്നാലും 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന് വീണ്ടും ഇസ്രയേലിനെ ലക്ഷ്യമിടാൻ കഴിയും. കഴിഞ്ഞ യുദ്ധത്തിൽ ഇറാൻ ഏകദേശം 550 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. അതിൽ 45 എണ്ണം ഇസ്രയേലിനെ ആക്രമിച്ചു. അതിനാൽ ഇത്തവണ ഇറാന് USനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ഇറാന്റെ മിസൈൽ പദ്ധതി പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമാണ്. ഇറാഖുമായുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം ക്രമാനുഗതമായി വികസിപ്പിക്കാനും തുടങ്ങി. അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ഉത്ഭവമാകട്ടെ സോവിയറ്റ്, ഉത്തര കൊറിയൻ, ചൈനീസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയായിരുന്നു. അടിസ്ഥാന സാങ്കേതിക വിദ്യ മനസ്സിലാക്കി അതിൽ മെച്ചപ്പെടുത്തൽ നടത്തി ആഭ്യന്തരമായി നിർമ്മിക്കുകയാണ് ഇറാൻ ചെയ്തത്. പ്രധാന പങ്കാളിയായ സിറിയയ്ക്ക് ഉത്തര കൊറിയ മിസൈൽ സാങ്കേതിക വിദ്യകളിൽ ചിലത് വിറ്റിരുന്നു. ഇതെല്ലാം ഇറാന് ഗുണകരമായി. 1980-കളുടെ അവസാനത്തിലും 1990-കളുടെ തുടക്കത്തിലും ഇറാൻ ഷഹാബ് 1, ഷഹാബ് 2 മിസൈലുകൾ വികസിപ്പിച്ചു. പിന്നീട് ഫത്ത 110, മുഷാഖ് തുടങ്ങിയ ഹ്രസ്വദൂര ദേശീയകാല ഇന്ധന മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു. ഇവയ്ക്ക് ചൈനയുടെ സാങ്കേതിക പിന്തുണ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈൽ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയായിരുന്നു തുടർന്നുള്ള ലക്ഷ്യം. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് പകരമായി ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിക്ക് ധനസഹായം നൽകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വിദേശ ഘടകങ്ങൾ, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ആഭ്യന്തര ഗവേഷണം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് പരിമിതമായ ഇറക്കുമതിയിൽ നിന്ന് ഇറാന്റെ മിസൈൽ ശേഷി ഒരു ദേശീയ പരിപാടിയായി വളർന്നു. ഉപരോധങ്ങൾ മൂലം വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി. ഇതോടെ സ്വന്തമായി മിസൈലുകൾ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ ഇപ്പോഴും ചില പ്രധാന ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിന്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ കഴിയും. ഇസ്രായേലുമായുള്ള നിരന്തര സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ അതിവേഗ മിസൈൽ ശേഷി വികസിപ്പിച്ചത്. അതേസമയം അമേരിക്കയുടെ ആവശ്യം ഇങ്ങനെയാണ്. US, യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഇറാനോട് 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. 1. യുറേനിയം സമ്പുഷ്ടീകരണം ശാശ്വതമായി അവസാനിപ്പിക്കുക. 2. ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും വ്യാപ്തിയും പരിമിതപ്പെടുത്തുക. 3. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ പോലുള്ള പ്രാദേശിക ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നത് നിർത്തുക. എന്നാൽ ഈ ആവശ്യങ്ങളെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കണ്ട ഈ ട്രംപ് പറയുന്ന കാര്യമൊന്നും ഇറാൻ കേൾക്കുന്നേയില്ല. ഇനി ട്രംപ് എന്താ പറയുന്നറിയാം, ഈ കളിക്ക് ഈ പറയുന്നത് കേൾക്കാത്ത ഇറാനോടുള്ള ഈ കളിക്ക് നമ്മളില്ലാന്ന് പറഞ്ഞിട്ട് ആ കപ്പലില്ലേ ഇറാന്റെ തീരത്ത് ഇറാൻ ഇപ്പം തീർക്കുന്നു പറഞ്ഞ കൊണ്ടുവന്ന കപ്പലെടുത്തിട്ട് ഒരൊറ്റ തിരിച്ചു പോക്കങ്ങ് പോകും. എന്നിട്ട് പറയും ഇറാനോട് എനിക്ക് വെറുപ്പാണ്. വെറുപ്പ് എന്ന് പറഞ്ഞാല് അമ്മാതിരി വെറുപ്പാണ്. പറയുന്നത് കേൾക്കാത്ത ഒരു ടീമായിട്ട് നമ്മൾ ഒരു പരിപാടി ഇല്ലാന്നാണ് ഈ ട്രംപ് പറയാം. അതായത് നമ്മളിനി ഇറാനായിട്ട് യുദ്ധത്തിനുമില്ല, ഒരു മണ്ണാങ്കെട്ടക്കുമില്ല. എന്താ അവസ്ഥ എന്ന് ആലോചിച്ചേക്കട്ടെ. ഇറാനെ തീർക്കാൻ പറ്റില്ലാന്ന് നമ്മളെ നെതന്യാഹുവില്ലേ ആദ്യമായിട്ട് ഇറാനോട് യുദ്ധം തുടങ്ങിയത്. പക്ഷെ എന്താ അവസ്ഥ, ഇറാൻ തീർന്നിട്ടുമില്ല. ഇറാന്റെ അടിക്കണ്ടല്ല പുതിയ മിസൈലുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഇസ്രായേൽ എന്താ ആലോചിക്കുന്നറിയാം, ഒരു കാര്യമില്ലേനും മൂപ്പറ പോയി തൊടാൻ വേണ്ടിട്ട്. കാരണം ഇസ്രായേലും അമേരിക്കൊന്നും ഇറാനോട് മുട്ടാൻ പോയില്ലെങ്കിൽ ഇറാൻ ഉണ്ടല്ലോ അവരുടെ കയ്യിലുള്ള മിസൈൽ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് അനങ്ങാതിരിക്കും. ഇവരിപ്പോ പോയി മുട്ടുകയും ചെയ്ത് കയ്യിലുള്ള മിസൈൽ ഉണ്ടല്ല ഇറാൻ നല്ലോണം പരീക്ഷിക്കുകയും ചെയ്ത് അത് കൂടാണ്ട് പുതിയ സാധനങ്ങൾ, നല്ല ഗഡാ സാധനങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കും ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ 2 പൊട്ടന്മാരും കൂടി ഇറാനെ വീണ്ടും വളർത്തുകയല്ലേ ചെയ്യുന്നത്. അമേരിക്ക ഉണ്ടല്ല ഇറാനെ തീർക്കാൻ വേണ്ടി ആദ്യം ഉഡായിപ്പ് പരിപാടി നോക്കി. അവിടെയുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ടല്ല അവിടെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ എന്താ, നമ്മൾ ആയത്തുള്ള കമ്പനി ഉണ്ടല്ല ആദ്യമേ ട്രംപിന്റെ ഉഡായിപ്പ് ആദ്യമേ മനസ്സിലാക്കിയിട്ട് ആ പരിപാടി അന്നേരം തന്നെ അങ്ങ് തീർത്തെടുത്ത്. ആ പരിപാടി നടക്കൂലെന്ന് ഉറപ്പിച്ചപ്പാന്ന് ട്രംപ് ഉണ്ടല്ല കപ്പലില് മിഷിൻ ഗണ്ണും മാങ്ങാത്തൊലിയും ഒലക്കയുടെ മൂടും പവനാഴിനും കൂട്ടിട്ടുണ്ടല്ല ഇപ്പൊ ഇറാനെ തീർക്കുന്നു മറ്റിറങ്ങിയത്. ഇപ്പൊ ഇറങ്ങിയിട്ടില്ല പെട്ട അവസ്ഥയിലെ. ഞാൻ പറഞ്ഞ പോലെ ഇറാന്റെ തീരത്ത് കപ്പലും വെച്ച് ഇങ്ങനെ ഇരിക്കലാണ്. അറിയാണ്ടങ്ങനെ അത് നിന്നൊരു പൊട്ടാസ് എന്തിന് ഏതെങ്കിലും ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ കയ്യങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പുറത്ത് ഇറാൻ ഉണ്ടല്ല തുരുതുരാ മിസൈല് വിടും. അങ്ങനെ പേടിച്ചിരിക്കുന്നു ആ കപ്പലിലുള്ള അമേരിക്കൻ സൈനികരടക്കം. ഇനിയുണ്ടല്ല ട്രംപ് ഈ പെട്ടെന്നുള്ള അവസ്ഥ ഇറാനോട് മുട്ടാൻ പോയിട്ട് ആകെ തോറ്റ് തുന്നം പടുന്നുള്ള ഈ അവസ്ഥ ലോകം മൊത്തം അറിയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഉടായ്പ പരിപാടി ട്രംപ് ഇറക്കും. എന്തായാലും ഉണ്ടല്ല ഇറാനോട് കടന്നക്കൂടിൽ കല്ലെറിയാൻ പോയ ട്രംപിന്റെ അവസ്ഥ ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം. കുറച്ചു ദിവസം മുന്നേ നമ്മളെ നെതന്യാഹു മുട്ടാൻ പോയിട്ട് തോറ്റ് മെഴുകിയത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഇനി അടുത്ത് തോറ്റ് മെഴുകാനുള്ളത് ട്രംപണ്ണന്റെ ഊഴമാണ്. ഇറാൻ ഇപ്പൊ തീർക്കും പറ്റി മുട്ടാൻ പോയി പെട്ടുപോയ ട്രംപണ്ണന്റെ ഊഴം. അപ്പൊ നോബൽ സമ്മാനം കിട്ടാത്തത് കൊണ്ട് വിലക്ക് വാങ്ങിയ ട്രംപണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.